ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോൻ്റെ മാസ്റ്റർ വണ്ടി നമ്മൾ വർക്കിന് വേണ്ടിയിട്ടുണ്ട്. നമുക്ക് അതിനകത്ത് മെയിനായിട്ട് പറഞ്ഞാൽ അവർക്ക് ഫ്രണ്ട് വെട്ടൽ പറഞ്ഞിട്ടുണ്ട്, എഞ്ചിൻ ഓയിൽ മാറ്റണം, ക്ലച്ചിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ജർക്കിങ് സൗണ്ട് കാണിക്കുന്നുണ്ട് വിറയൽ പോലെ. അപ്പോൾ നമ്മൾ ഓടിച്ചു നോക്കി വർക്കിന് കയറ്റി ക്ലച്ച് സൈഡിൽ നിന്ന് ജർക്കിങ് വന്നതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ ഈ ക്ലച്ച് ഗ്രീസ് ചെയ്തേക്കണപ്പോഴേ കുറച്ച് ഒരല്പം ഗ്രീസിൻ്റെ മയം ഈ ക്ലച്ച് ഔട്ടറിലേക്ക് വന്നിട്ടുണ്ട്. അതാണ് കേട്ടോ മെയിനായിട്ടൊരു പ്രശ്നം. ഇവിടെ നോക്കുമ്പോൾ ആ ക്ലച്ച് ഷൂ വന്ന് പിടിക്കുന്ന ഭാഗത്ത് ക്ലച്ചിൻ്റെ ഈ ഗ്രീസ് മയം വന്ന കാരണം കറക്റ്റായിട്ട് ക്ലച്ച് പിടിക്കാണ്ട് പോകണം. അതാണ് പ്രോബ്ലം കേട്ടോ. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്ത് നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കിയേക്കാം. പിന്നെ നമുക്കിവിടെ നോക്കുമ്പോൾ ക്ലച്ചിൻ്റെ ഭാഗത്ത് നമ്മളിപ്പോൾ എന്തെങ്കിലും അത് അതിന് വേണ്ടി അഴിച്ചാണ്. അപ്പോൾ ഈ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഇവിടുത്തെ ഹോൽസെയിൽ ലീക്ക് ഉണ്ട് കേട്ടോ. അതൊന്ന് വേണമെങ്കിൽ മാറ്റിയിട്ടേക്കാം. ഏകദേശം നമുക്കൊരു 55 രൂപ 60 രൂപ ആ റേഞ്ചൊക്കെ വരുള്ളൂ. പിന്നെ ഈ ഹെഡിൻ്റെ കവർ ഗ്യാസ്കറ്റും ഈ സൈഡിൽ ലീക്ക് ഉണ്ട് കേട്ടോ, നല്ല രീതിയിൽ ലീക്ക് ഉണ്ട്. അത് വേണമെങ്കിൽ ഒന്ന് അഴിച്ച് മാറ്റിയിട്ടേക്കാം. വേറെ വർക്കൊന്നും ചെയ്യണില്ല, കാരണം ഓൾറെഡി നമുക്ക് അതിനുള്ള സമയമേ ഉള്ളൂ. അപ്പോൾ ക്ലച്ചിൻ്റെ ഭാഗത്ത് അഴിച്ചേക്കുമ്പോൾ ആ ഹോൽസെയിലും മാറ്റി ബാക്കിയത്തെ ക്ലീൻ ചെയ്ത് കേട്ടാൽ ഹെഡ് കവറിൻ്റെ ഇവിടെയും ഈ പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്ത് തരാം. പിന്നെ എഞ്ചിൻ ഓയിൽ മാറുന്ന പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എഞ്ചിൻ ഓയിൽ അഴിച്ചിട്ടുണ്ട് മാറ്റാൻ വേണ്ടിയിട്ട് ഓയിൽ ചേഞ്ച് കൂടുതൽ നടത്താം. പിന്നെ ഫ്രണ്ടിലത്തെ വെട്ടൽ കംപ്ലൈൻ്റാണ് പറഞ്ഞേക്കണേ. അപ്പോൾ അത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഫുള്ളായിട്ട് ചെയ്യണം. പറയാൻ കാരണം എന്ന് വെച്ചാൽ ഒന്ന് നമുക്ക് വീൽ ബെയറിങ് കംപ്ലൈൻ്റ് ഉണ്ട്. വീൽ ബെയറിങ് കംപ്ലൈൻറ്റ് എന്നിപ്പോൾ ഓൾറെഡി ടയറൊക്കെ മാറ്റുന്നുണ്ടെങ്കിൽ അത് ഫ്രണ്ട് അഴിച്ചാൽ മതി, കാരണം എന്നാൽ തന്നെയാണ് അത് ക്ലിയർ ആവുള്ളൂ. പിന്നെ റിമ്മ് മൊത്തം പോയിട്ടുണ്ട്, ഇവിടെ തുരുമ്പിട്ട് പൊട്ടുപോയേക്കാണ്. വീൽ ബെയറിങ് കംപ്ലൈൻ്റ് ഉണ്ട്. ഈ ഫ്രണ്ട് കുഷൻ അസംബ്ലിയുടെ ബുഷും പോയി കിടക്കാം. അപ്പോൾ ഫ്രണ്ട് റിമ്മ് ടയർ കാര്യങ്ങളൊക്കെ മാറ്റാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ കൂട്ടത്തേക്കൂടെ വീൽ അഴിക്കണതായിരിക്കും നല്ലത്. അപ്പോൾ ആ കൂട്ടത്തേക്കൂടെ അഴിച്ച് വീൽ ബെയറിങ്ങും മാറ്റാം, ഈ ടയറും റിമ്മും മാറ്റാം, ബുഷുകൾ അഴിച്ച് ചേഞ്ച് ചെയ്ത് റീസെറ്റ് ചെയ്യുകയാണെങ്കിൽ ആ പ്രോബ്ലം അവിടെ തീരും. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ അഴിച്ച് വെറുതെ ബെയറിങ്ങും മാറ്റി ബുഷും മാറ്റി ഇടാന്ന് പറഞ്ഞാൽ ആ ചെറിയ ജർക്കിങ് മാറും. പക്ഷേ ഈ ടയറിൻ്റെ പ്രശ്നം കൊണ്ടുള്ള വെട്ടൽ പാളൽ നല്ല രീതിയിൽ തന്നെ കാണിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ നമുക്കൊരു വർക്ക് ചെയ്തതിൻ്റെ ഒരു ഫീൽ നമുക്ക് കിട്ടില്ല. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. വീൽ ബെയറിങ്ങും ആ ബുഷുകളും മാറ്റി നമുക്ക് റീസെറ്റ് ആക്കാം. റിമ്മും ടയറും കൂടി മാറ്റിയിടാണെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ. കാരണം റിമ്മ് മാറുന്ന പറഞ്ഞാൽ ഇവിടെ തുരുമ്പുള്ളതുകൊണ്ട് അതിലേക്ക് പുതിയ റിമ്മ് ഇടാതിരിക്കണം നല്ലത് കേട്ടോ. അല്ല, ഈ റിമ്മുമ്മ പുതിയ ടയർ ഇടാതിരിക്കണം നല്ലത്. പുതിയ റിമ്മ് വെച്ചിട്ട് പുതിയ ടയർ കയറ്റി ഇടാണെങ്കിൽ ആ പ്രോബ്ലം അവിടെ അങ്ങോട്ട് തീർന്നു. അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അപ്പോൾ എന്തായാലും വീഡിയോ ഉണ്ടെങ്കിൽ നോക്കിയിട്ടൊന്ന് പറയും. ഞാൻ അതിൻ്റെ ഫ്രണ്ടിലത്തെ ഭാഗം അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. ബാക്കിലത്തെ നമുക്ക് അതിൻ്റെ ഹെഡിൻ്റെ ലീക്കിൻ്റെ ഇപ്പോൾ എഞ്ചിൻ ഓയിൽ, ആ ക്ലച്ച് ഗ്രീസിങ്ങിൻ്റെ മാത്രം, ആ ക്ലച്ച് അഴിച്ച് ക്ലീൻ ചെയ്യണതിൻ്റെ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള എസ്റ്റിമേറ്റ് ഇടണേ. അപ്പോൾ വീഡിയോ കണ്ടുമ്പോൾ ഒന്ന് പറയണം കേട്ടോ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വീൽ ബെയറിങ്ങും ബുഷും മാറ്റിയാൽ മതി, ആ രീതിയിൽ ചെയ്യാം, കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി, അതനുസരിച്ച് നമുക്ക് ചെയ്യാം. ഓക്കെ, വേറെ നമുക്ക് വർക്കുകളൊന്നും പറഞ്ഞില്ല, ജനറൽ സർവീസോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന വർക്കിൻ്റെ എസ്റ്റിമേറ്റാണ് ഞാൻ ഇടണം കേട്ടോ. വീഡിയോ കണ്ടുമ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്യണം കേട്ടോ.